കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ ഔട്ട്ഡോർ ബാർബിക്യൂ ഒക്കെ ചെയ്ത് എല്ലാവരും ഒത്തുകൂടി അങ്ങനെ നല്ല രസമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ബാർബിക്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മീനിലും ചിക്കനിലൊക്കെ പുരട്ടാൻ പറ്റിയ കുറച്ച് മസാല റെസിപ്പീസാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമുക്കിത് ഷോപ്പിൽ നിന്നൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ഇങ്ങനെ വാങ്ങാൻ കിട്ടും, മീനും ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചത്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു 3-4 വിധം മസാലയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളിങ്ങനെ നമ്മൾ കനലിട്ട് ബാർബിക്യൂ ചെയ്യുന്ന സമയത്ത് ഒട്ടും കരിഞ്ഞു പോവാതെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള കുറച്ച് മസാലകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് കുറച്ച് നാടൻ ചുവയുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ വരെ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ ബേസിൽ ലീവ്സ്, ഡ്രൈ ബേസിൽ ലീവ്സാണ് ചേർക്കുന്നത്. അത് ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അത് ഒഴിവാക്കാം. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്തിട്ടുണ്ട്, അതിന് പകരം ഗാർലിക് പേസ്റ്റും ഉപയോഗിക്കാം. പിന്നെ 1 ടീസ്പൂൺ പച്ചമുളകിൻ്റെ പേസ്റ്റ് അല്ലെങ്കിൽ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്താൽ മതി. പിന്നെ കുറച്ച് പുളിവെള്ളമാണ് ചേർക്കുന്നത്. പുളിവെള്ളം ഒരു 2 ടേബിൾ സ്പൂൺ, കുറച്ച് തിക്കായിട്ടുള്ള പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മസാലയുടെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിൽ നോക്കിയാലും മതി. അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഇതിൽ ഈ ഒരു മസാല പുരട്ടാനായിട്ട് ഒരു സീ ബാസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മസാല ഏത് ഫിഷിലും ഏത് ചിക്കനിലും ഒക്കെ ചേർക്കാം കേട്ടോ. ഇന്ന് മീനൊന്നുമില്ല, അപ്പോൾ ഞാനൊരു സീ ബാസ്, ഏകദേശം 1 കിലോഗ്രാമുള്ള ഒരു സീ ബാസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 1 കിലോ ഉള്ള മീനിന് മാത്രമായിട്ടുള്ള മസാലയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ മസാല ആദ്യം ഞാനിത് ഉൾഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ വിടർത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് ഈ മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. കൂടുതലും ഉള്ളിലാണ് ഞാൻ മസാല പുരട്ടിയിരിക്കുന്നത്, അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഉള്ളിലൊക്കെ നല്ലോണം മസാല പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം പുറത്ത് 2 ഭാഗത്തും ആഴത്തിൽ വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ മസാല ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും മസാല പുരട്ടിയതിന് ശേഷം ഞാൻ ഈ മീൻ ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്ലിംഗ് റാപ്പിൽ നല്ലതുപോലെ കവർ ചെയ്തിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റും. അപ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ, അപ്പോൾ തന്നെ മസാല പിടിച്ച് കിട്ടും. അതല്ല നിങ്ങൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ 1 ദിവസം വരെയൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കൂടുതൽ 2-3 ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ മാത്രം ഫ്രീസറിലോട്ട് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ 1 ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. ഞാനൊരു 3-4 മണിക്കൂർ മുന്നെയാണ് ഈ ഒരു മസാല പുരട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തേതൊരു തുർക്കി സ്റ്റൈലിലുള്ള ഒരു മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതുപോലെ 2 ചുവന്ന മുളക്, ഇതൊരു സ്നാക്ക് പെപ്പർ എന്ന് പറയുന്ന ഒരു മുളകാണ്, ഇത് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം ഒരു ക്യാപ്സിക്കം എടുത്താൽ മതി കേട്ടോ. ക്യാപ്സിക്കം ഏത് കളറിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല, ചുവന്നത് കിട്ടുകയാണെങ്കിൽ നല്ലതാണെന്ന് മാത്രം. അപ്പോൾ ഈ 2 മുളക് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ചീനച്ചട്ടിയിലോട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫ്ലെയിമിൽ ഒരു സ്റ്റിക്കിലോ മറ്റോ കൊളുത്തിയിട്ട് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താലും നല്ല ടേസ്റ്റാണ്. അതാണ് ഒന്നുകൂടി ടേസ്റ്റ് കേട്ടോ, ചുട്ടെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനിന്ന് ഈ ചീനച്ചട്ടി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും നമുക്കൊരു ചെറിയ ആ ഒരു ചുട്ടതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 10 വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വഴറ്റി വെച്ച മുളക് ചേർത്തു. അതിനുശേഷം ഇതുപോലെ നീളത്തിലുള്ള ചുവന്ന കളറിലുള്ളൊരു മുളക് കൂടി നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഇതുണ്ടെങ്കിൽ ഇത് ചേർക്കുക, ഇല്ലെങ്കിൽ പച്ചമുളക് 2 എണ്ണം ചേർത്താൽ മതി കേട്ടോ. ഈ ഒരു മുളക് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതില്ലെങ്കിൽ അതിന് പകരം പച്ചമുളക് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, അല്ലെങ്കിൽ കുരുമുളക് മുഴുവനായിട്ട് തന്നെ ചേർക്കാം, അരച്ചെടുക്കുന്നതാണല്ലോ. പിന്നെ ഒരു കൈ നിറയെ പാഴ്സ്ലി ലീവ്സ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാഴ്സ്ലി ലീവ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മല്ലിയില ചേർക്കാം, പക്ഷേ വളരെ കുറച്ച് ചേർക്കാം കേട്ടോ, ഇത്രയും ചേർക്കരുത്. നമുക്ക് ആ പാഴ്സ്ലി ലീവ്സിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. മല്ലിയില അധികമായി കഴിഞ്ഞാൽ ഒരു കുത്തൽ വരും. അപ്പോൾ ഇതിന് ശേഷം എല്ലാം കൂടി അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്.
പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർക്കാം. എന്നിട്ട് ഓയിലും ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മസാല 3-4 കിലോ മീനിന് അല്ലെങ്കിൽ ചിക്കനിന് പുരട്ടാനുള്ളതുണ്ട് കേട്ടോ. ഞാനിന്ന് ഒരു മീനിൽ മാത്രമേ ഇത് പുരട്ടുന്നുള്ളൂ. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഒരല്പം ഉപ്പ് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു 900 ഗ്രാം തൂക്കം വരുന്നൊരു സീ ബ്രീമാണ് കേട്ടോ. ഇതിലാണ് ഞാൻ ഈ തുർക്കി സ്റ്റൈൽ മസാല പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതിലും ഇങ്ങനെ ആഴത്തിൽ വരകളിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ പോലെ നടുവിൽ നിന്നും പിളർന്ന് ഇങ്ങനെ മലർത്തി വെച്ചിട്ടില്ല. ഇതിങ്ങനെ ഉള്ളിലൊക്കെ മസാല പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ട് അതുപോലെ വിടർത്തി വെക്കണമെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഇതും ആഴത്തിൽ വരകളിട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സീ ബാസാണ് എടുത്തത്, ഇത് സീ ബ്രീമാണ് കേട്ടോ. അപ്പോൾ ഇതിലും മസാല പുരട്ടിയതിന് ശേഷം ഒന്നുകിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ക്ലിംഗ് റാപ്പിൽ കവർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ മുകളിലും ഞാൻ കുറച്ച് മസാല ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി മസാല ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. നമുക്ക് ഒരാഴ്ച വരെയൊക്കെ അത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതാ നല്ലതുപോലെ കവർ ചെയ്ത് ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. അടുത്തതായിട്ട് നമുക്കൊരു മെക്സിക്കൻ സ്റ്റൈലിൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ചെറിയ സവാള തൊലി കളഞ്ഞ് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 വലിയ അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഗ്രീൻ കളറാണ് എടുത്തത്, ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, ഒരു 1.25 ടേബിൾ സ്പൂൺ വരെ പപ്രിക്ക പൗഡർ ചേർക്കുക. അതില്ലെങ്കിൽ മുളക് പൊടി മാത്രം ചേർത്താൽ മതി, ഉണ്ടെങ്കിൽ അതുകൂടി ആണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, പിന്നെ ഒരു 2 നുള്ള് പട്ടയുടെ പൊടിയാണ് ചേർക്കുന്നത്. പൊടിയില്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്താലും മതി. ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഹോട്ട് സോസ് ചേർക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, അഥവാ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മെക്സിക്കൻ സ്റ്റൈൽ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മീൻ സീ ബ്രാസ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ സീ ബാസും സീ ബ്രീമുമാണ് എടുത്തത്, മൂന്നാമത്തേത് സീ ബ്രാസ് ആണ്. ഇതും ഏകദേശം 1 കിലോഗ്രാം അളവാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മസാല ഒരു 2-3 മീനിൽ പുരട്ടാനുള്ളതുണ്ട്. ബാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം, അല്ലെങ്കിൽ ചിക്കനിൽ പുരട്ടിയാലും മതി. ഞാൻ ബാക്കി ഇന്ന് ചിക്കനിൽ പുരട്ടാണ് കേട്ടോ ചെയ്യുന്നത്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ മീനിൻ്റെ എല്ലാ ഭാഗത്തും നേരത്തെ പറഞ്ഞതുപോലെ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ വിടർത്തി വെച്ചിട്ടാണ് മസാല പുരട്ടിയിരിക്കുന്നത്. അപ്പോൾ മീനിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ മസാല പുരട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ക്ലിംഗ് റാപ്പിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഈ ഒരു സീ ബ്രാസും കൂടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മെക്സിക്കൻ സ്റ്റൈൽ മസാല കുറച്ച് ബാക്കി വന്നത് ഞാൻ ഒരു ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് പുരട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു ദിവസം തന്നെ ഒരുപാട് മസാല ഉണ്ടാക്കാൻ പാടാണല്ലോ. അപ്പോൾ ഞാൻ ചില സമയത്ത് ഇതുപോലെ ചെയ്യും. അപ്പോൾ ഇതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ക്ലിപ്പിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ചിക്കനിൽ പുരട്ടാൻ വേണ്ടി ഞാൻ ഒരു പെരി പെരി മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പെരി പെരി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം സവാള, ഒരു സവാളയുടെ ഒരു 1/6 ഭാഗം ചേർത്താൽ മതി. 3 വലിയ അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം, പിന്നെ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നീളത്തിലുള്ള ചുവന്ന കളറിലുള്ള ഈ ഒരു മുളക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു 2 പച്ചമുളകും കൂടി അധികം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചുവന്ന കളറിലുള്ള ഒരു ക്യാപ്സിക്കാണ് ഞാൻ ചേർക്കുന്നത്. ചുവന്ന കളർ തന്നെ വേണമെന്നില്ല, ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം ചേർത്താലും മതിയാവും. അത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേ ലീഫ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പപ്രിക്ക പൗഡർ ചേർക്കാം. ഇതില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ബേസിൽ ലീവ്സ് ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ തൈം ചേർക്കാം. ഡ്രൈഡ് തൈമാണ്, എല്ലാം ഡ്രൈഡ് ലീവ്സാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കാം. 1.5 ടീസ്പൂൺ പഞ്ചസാര, ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചെറുനാരങ്ങ നീര്, 3 ടേബിൾ സ്പൂൺ സിർക്ക അതായത് വിനാഗിരി ചേർക്കാം.
പിന്നെ ഒരു 1/3 കപ്പ് ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. ഞാനൊരു 1/4 ടേബിൾ സ്പൂണാണ് ചേർത്തത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെരി പെരി സോസും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് പെരി പെരി സോസ് ഒരു ചിക്കനിലാണ് കേട്ടോ ചേർക്കുന്നത്. ഏകദേശം ഒരു 1/200 അത്രയും തൂക്കത്തിലുള്ള ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ പെരി പെരി സോസിൻ്റെ പകുതി മാത്രമേ ആവശ്യം വന്നുള്ളൂ, മുഴുവനായിട്ട് വേണ്ട. അപ്പോൾ ഒരു പകുതിയോളം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സോസ് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. നമ്മൾ വിനാഗിരിയും ചെറുനാരങ്ങ നീരും ഒക്കെ ധാരാളം ചേർത്തതുകൊണ്ട്, ഓയിലും ഒക്കെ ചേർത്തതുകൊണ്ട് 2-3 ആഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇതാ ചിക്കനും ഞാനൊരു പ്ലാസ്റ്റിക് കവറിലാക്കി ക്ലിപ്പിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. എല്ലാ മസാലയും ഒരു 4-5 മണിക്കൂർ മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച എല്ലാ മസാലകളും നമുക്കിങ്ങനെ ചാർക്കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മസാലകളാണ്. അതുപോലെ ഞാൻ ഇന്ന് കാണിച്ച 2-3 വിധം മീനുണ്ടല്ലോ, സീ ബാസ്, സീ ബ്രീം, സീ ബ്രാസ്, അതൊക്കെ അതുപോലെ തന്നെ നമുക്ക് സാൽമൺ ഒക്കെ യൂസ് ചെയ്യാം. സാൽമൺ, അതുപോലെ നമ്മുടെ ആവോലിയൊക്കെ നല്ലതാണ് കേട്ടോ ഗ്രില്ല് ചെയ്യാനായിട്ട്. പക്ഷേ ഈ 3 മീനും ഒന്നുകൂടി നല്ലതാണെന്ന് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ 3 മീനാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ നിങ്ങളും ഈ മസാലകളൊക്കെ വെച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ബീഫ് കബാബ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ മസാല പുരട്ടിയിട്ട് അതുപോലെ തന്നെ ചെയ്ത് വരുന്ന കബാബ് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ. അത് പക്ഷേ നല്ല ഹാർഡായിരുന്നു കേട്ടോ, നമുക്ക് അത്ര നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയില്ല, ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും എന്ന് തോന്നി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്